രാമ രാമ. ഓ, സന്ധ്യാസമയം കഴിഞ്ഞ് ഇവിടെ വിളക്ക് എത്തിക്കാൻ ആരുമില്ലേ തമ്പുരാനെ? ദീപം ദീപം. ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ. ഓ, പറഞ്ഞാലേ വിളക്ക് കത്തിക്കുള്ള. ഞങ്ങളുടെയൊക്കെ കാലത്ത് 6 കഴിഞ്ഞാ പിന്നെ അമ്മ വിളക്ക് കത്തിപ്പിക്കൂല. ഇന്ന് വിളക്ക് തേച്ചിട്ടില്ലേ? അത് ഇന്നലെ തേച്ചൊരച്ച് നന്നായിട്ട് കഴുകിയതാ. അതുകൊണ്ട് ഇന്ന് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തുള്ളൂ. സമയം പോയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേടി എന്നും വിളക്ക് തേച്ച് കഴുകണോന്ന്. വിളക്ക് തേച്ച് കഴുകിയില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നൂല. ഓ, എന്നാ പിന്നെ പ്രാർത്ഥിക്കണ്ട. ഓ, ഒരു ദിവസം വിളക്ക് തേച്ചില്ലെങ്കിൽ ദൈവം എന്താ പ്രാർത്ഥന കേൾക്കൂലേ? ഓ ഈശ്വര രക്ഷിക്കണേ. ചിലപ്പോ കേട്ടില്ലെന്നും വരും. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇവര് കേട്ടാ? നീയേ മനസ്സിൽ പറയുമ്പോഴേ ഞാനത് മാനത്ത് കാണോടി. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാടി. ആ താലങ്കാരി വന്ന് 5001 രൂപ സംഭാവന ചോദിച്ചപ്പ നീ കൊടുത്ത, അവനെ കൂടി കൊടുപ്പിച്ച. എനിക്കറിയാം നിന്റെ സ്വഭാവം. എൻ്റെ പൊന്നമ്മേ, താലത്തിനൊക്കെ 5001 രൂപയൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചേട്ടൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ ചെയ്യണ്ടേ? ഓ, അവൻ്റെ ശമ്പളം മാത്രമുള്ളല്ലേ? അപ്പൊ പാലക്കാട് കിടക്കുന്ന 35 സെന്റ് സ്ഥലം അതിന്റെ ആദായമൊക്കെ ആരാണ് എടുക്കണത്? എൻ്റെ അമ്മേ, ആ പറമ്പിൽ നിന്ന് എന്തുണ്ട് ഇപ്പൊ ആദായത്തിന്? പണ്ടേ അവിടെ നിന്ന് കിട്ടിയ ആദായം കൊണ്ടാണ് ഇവനെ പഠിപ്പിച്ചതും അതുപോലെ എൻ്റെ ഇളയവളുടെ കല്യാണമൊക്കെ നടത്തിയതും. അന്ന് അവിടെ പല പല കൃഷികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് കിട്ടണ ആദായത്തിന് അന്ന് ജീവിച്ച്. ഇപ്പൊ അവിടെ ഒന്നുമില്ല. 5-6 തെങ്ങുണ്ട്, അതും മണ്ട പോയത്. ആ ഒരു തെങ്ങ് വെട്ടാൻ 3000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെട്ടിക്കാണ്ട് വെച്ചേക്കണത്. എങ്ങനെ മണ്ടത്തെങ്ങായി പോയി. മര്യാദക്ക് നോക്കിയിരുന്നെങ്കിൽ നല്ല ആദായം കിട്ടേണ്ട പറമ്പാണത്. നോക്കാണ്ടായിട്ടില്ലേ ചീത്തായി പോയത്. അമ്മേ, പാലക്കാട് വരെയും പോയി അതൊക്കെ നോക്കണമെങ്കിൽ ആരെ കൊണ്ട് പറ്റും? ചേട്ടനുള്ളത് ആകെ ഒരു ഞായറാഴ്ചയാണ്. അതെന്തെങ്കിലും കല്യാണോ എവിടെയെങ്കിലുമൊക്കെ പോരായിട്ട് തീരും. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 10-50 കിലോമീറ്റർ എങ്കിലും ഇല്ല അങ്ങോട്ട്. ഓ, 50 കിലോമീറ്റർ ഭയങ്കര ദൂരെയാണല്ല. ഓ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എവിടെയാണ് ഒരു പൂപ്പാറ മൂന്നാറാ അങ്ങോട്ടൊക്കെ പോയല്ല? അതൊക്കെ ഇവിടെ ഈ മന്ന സിറ്റിയുടെ അപ്പുറമാണടി. അത് പിന്നെ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി വെറുതെ ചുമ്മാ ട്രിപ്പ് പോണല്ലേ അമ്മേ? ഓ, ട്രിപ്പ് ആ പിള്ളേരെ നശിപ്പിക്കും. എപ്പോഴും തുള്ളലോ തുള്ളല്. ഓ, ഞാൻ പണ്ടേ അമ്മനോട് പറഞ്ഞല്ലേ ആ സ്ഥലം വിറ്റിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തായിരുന്നു. അപ്പൊ കൊറേ ട്രിപ്പ് പോവായിരുന്നു ആ പൈസക്കല്ലേ? അതല്ല അമ്മേ, ഉള്ള കടമൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള പൈസ അമ്മയുടെ പേരിൽ അക്കൗണ്ടിൽ കൊണ്ടിടുകയാണെങ്കിൽ അതിന്റെ പലിശ കിട്ടിക്കഴിഞ്ഞാൽ അമ്മക്കൊരു വരുമാനം ആവൂലേ? മാസം മാസം കിട്ടൂലേ അത്? എടി മോളേടി, നീ അമ്മക്കേ അധികം അങ്ങോട്ട് വരുമാനം ഉണ്ടാക്കി തരണ്ട. പണ്ടൊരു ദിവസം ഈ മായ വിളക്കിക്കാൻ തന്നിട്ട് നീ അത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടപ്പോ അതിന്റെ ഇറക്കം കുറഞ്ഞു പോയി. കണ്ടില്ലേ? ഇത്ര ഉള്ളൂ, ഇത്ര ഉണ്ടായിരുന്ന സാധനമാണ്. എന്റെ തമ്പുരാനെ കൃഷ്ണ, അത് കേക്കണുണ്ടാ? എന്റെ അമ്മയെ മാല വിളക്കിക്കുമ്പോ അത് ചെറുതാവും, അല്ലാണ്ട് എനിക്കത് കിട്ടിയിട്ട് എന്താവശ്യം? അമ്മ അന്ന് തുടങ്ങി പറയണത് ഞാൻ കൊണ്ടുപോയി വിളക്കിച്ച് ഞാൻ മുറിപ്പിച്ചെടുത്തെന്ന്. അമ്മയെ മാല വിളക്കുമ്പോ ചെറുതാവുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ എന്നെ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ അമ്മക്ക് സ്വന്തമായിട്ട് ഒറ്റക്ക് പോയി ചെയ്താ പോരായിരുന്ന? ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ മാലയൊക്കെ വിളക്കിക്കണം. അയ്യോ അമ്മേ, അമ്മേ, എന്താടി? ഇങ്ങോട്ട് വന്നൊന്ന്. വന്നേ. കള്ള കൂട്ടങ്ങളാണ് കൂടെ ഉള്ളത്. എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാനാണ്? എത്ര നാളായി ഉറങ്ങിയിട്ട്. ഇതുപോലൊരു പെൺകോന്തൻ അവളുടെ ചെവിക്കുറ്റി നോക്കിയാണ് കൊടുക്കടാ. സ്വന്തം ഭാര്യനെ തല്ലണ നോക്കി നിക്കണവൻ. എന്താടേ? കാർത്തുവേ പീരീഡ്സ് ആയിട്ടാ. ആണാ? ചേട്ടനെ ഞാനിപ്പോ വിളിച്ചു പറഞ്ഞ്. അതെന്തിനാണ് അവനെ അപ്പത്തന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്? അവൻ ഇങ്ങോട്ടല്ലേ വന്നത്. എന്നാല് ചേട്ടനോട് പെട്ടെന്ന് പറയാൻ തോന്നി. ഇന്ന് വൃശ്ചികം 12, ശനിയാഴ്ച. സമയം എപ്പോഴായിരുന്നു? സമയം
ഞാൻ വിളക്ക് കത്തിക്കാൻ പന്നൂര് അവള് വയറുവേനാന്ന് പറഞ്ഞ് അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ ഒരു 6-നും 6:30 കിടക്കായിരിക്കും. ഓ, അപ്പൊ നീ അവളെ തൊട്ടിട്ട് വന്നിട്ടാണ് ഇവിടെ വിളക്ക് കത്തിച്ചത്? ഞാൻ അവളെ തൊട്ടൊന്നുമില്ല. അവളവിടെ കട്ടിലുമ്മ കിടക്കിയിരുന്നു. കട്ടിലുമ്മേ? എന്റെ തമ്പുരാനെ, ഇപ്പോഴും കട്ടിലുമ്മേണ് നടക്കണേ? ആ, അവളുടെ കട്ടിലുമ്മ തന്നെ നടക്കണുണ്ട്. ഓ, ഇനി ഇതെല്ലാം കഴിയുമ്പോ പുഴയെ കൊണ്ടേ കഴുകണമല്ല കിടക്കേം കട്ടിലൊക്കെ. പിന്നെ അതെന്തിനാണ്? അങ്ങനെയൊക്കെ ഒരു ആചാരമുണ്ട്. അതൊക്കെ പണ്ടത്തെ ആചാരമല്ലേ അമ്മേ, അതൊന്നും ഇവിടെ വേണ്ട. ആഹാ, ഞാൻ ഈ വീട്ടിൽ മരിക്കണത് വരെ ഈ ആചാരങ്ങളൊന്നും മാറ്റാൻ ഞാൻ സമ്മതിക്കൂല. എന്നൊരു പണി, ഇവളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ അമ്മ ഈ കിടക്കേം പൊക്കി അങ്ങോട്ട് പോകും. ഇവിടെ അടുത്തൊന്നും പുഴയില്ല. എവിടെയെന്നാ വെച്ചാ പുഴയെ കൊണ്ടേ കഴുകിയിട്ട് ഉണക്കിയിട്ട് വാ. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടേ കഴുകിയേനെ. ആ, ഇപ്പൊ പറ്റൂല. എന്നാ പിന്നെ മിണ്ടാതിരി. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. അവര് മറ്റന്നാൾ ഞായറാഴ്ച വരാന്നാ പറയണേ. അങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞാ പോരാ. ഈ ഞായറാഴ്ച എല്ലാവരും ക്ഷണിക്കണം, എന്നിട്ട് ആഘോഷിക്കണം. അയ്യേ, അതൊന്നും വേണ്ട. പിന്നെ വേറെ പണിയൊന്നുമില്ല. എന്ത് വേണ്ടെന്ന്? എൻ്റെ കൊച്ചുമോളാണ് അവള്. എൻ്റെ മോൻ്റെ ആകെ ഉള്ളൊരു മോള്. അപ്പൊ പിന്നെ എനിക്ക് ആഘോഷിക്കണം, എല്ലാരെയും വിളിച്ച് ആഘോഷിക്കണം. ഞാൻ തന്നെ എല്ലാരെയും വിളിക്കും. ആ ചേട്ടാ, അവള് കിടക്കണ്. അവക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറിയാണ്, കൊടുത്തേക്ക്. ഇതൊന്നും കൊടുത്താ പോരാ. അവക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ സ്വർണ്ണത്തിൽ തന്നെ കൊടുക്കണം. അതെന്താന്ന് വെച്ചാ ചെയ്യാമ്മേ? അതൊന്നും വേണ്ടമ്മേ. ഈ ഞായറാഴ്ച അവളുടെ കുഞ്ഞിക്കല്യാണം ആഘോഷിക്കുകയും വേണം, എല്ലാരെയും വിളിച്ച്. അല്ലമ്മേ, അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ? അതിപ്പോ നടത്തിയാ ശരിയാവൂലെന്നേ. ആഹാ, അതൊന്നും പറഞ്ഞാ പറ്റൂല, നടത്തണം. അതിനിപ്പോ നിങ്ങൾ കടം മേടിച്ച് ദാരിദ്ര്യം ഒന്നും പറയണ്ട. അതിനുള്ള പൈസ എന്താന്ന് വെച്ചാ ഞാൻ തന്നേക്കാം. എന്നാ അത് നമ്മുടെ ഇഷ്ടം പോലെ തന്നെ. ഞായറാഴ്ച അല്ലേ, നമുക്ക് നടത്താമേ. കണ്ണിലെന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവൾ നെഞ്ചിലെന്നും എന്നോമൽ പിച്ചവെച്ചൊരാ നേരം തൊട്ടി എൻ വിരൽ തുമ്പിലെന്നും കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാണേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി പൂത്തു നിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. പിള്ളേരുടെ ഡാൻസ് കണ്ടാ ഇപ്പൊ എല്ലായിടത്തും ഈ ഡാൻസാണ്. അതെ, ഡാൻസ് തന്നെ. കല്യാണം പോയാലും മരിച്ചുവിട്ടി പോയാലും ഡാൻസ്. ചേച്ചി, ഇതൊന്നും ഈ പരിപാടിയൊന്നും നമ്മുടെ ഇവിടെ നടത്തണ പരിപാടിയല്ലല്ലോ. ഇപ്പഴത്തെ സൂക്കേട് വേഷം കിട്ടല്ലാണ്ട് എന്താണ് പറയണത്? തള്ളക്കാണ് സൂക്കേട്. നടത്താണ്ട് എന്താണ് തള്ള ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കായിരുന്നു. എൻ്റെ കൊച്ചുമോള് ആയപ്പോ ഈ പെണ്ണുപിള്ള വന്നപ്പോ ഞാനൊന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൊണ്ടൊന്ന് ഒരു 2 ഗ്രാമിന്റെ വള കൊച്ചിന്റെ കയ്യിലിട്ടിട്ട് പോയി. അന്ന് 2 ഗ്രാമിന് അധികം വിലയില്ല. ഇപ്പൊ നമ്മളിപ്പോ പെൺകൊച്ചിന് കൊടുക്കാൻ നേരത്തെ ഒരു 3 ഗ്രാമെങ്കിലും കൊടുക്കണ്ടേ? പക്ഷെ പൈസ ഇല്ല. 2 ഗ്രാമിന്റെ തന്നെ ഒരു വള മേടിച്ചോണ്ട് വന്നു. ചളങ്ങി നിവർത്തി അത് തന്നെ. അതുകൊണ്ട് ഞാനിത് ഇട്ട് കൊടുത്തോളും തള്ള സ്കാൻ ചെയ്യും. അപ്പൊ തന്നെ തള്ള ഞാനായിട്ട് ഉടക്കും, അതുറപ്പാണ്. അറിയാ നിങ്ങളെന്താണ് കൊണ്ടുവന്നത്? അയ്യോ, നിങ്ങളെ കൊടുത്താ മതി. പക്ഷെ ഞാൻ കൊച്ചിന്റെ അമ്മായിയായി പോയില്ല. ഞാൻ നല്ല കനത്തിൽ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? എന്നിട്ട് നിങ്ങൾ എന്താ കൊണ്ടുവന്നേ? നല്ല 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 അടിപൊളി 1 ഗ്രാമിന്റെ മോതിരം. കുറച്ച് കൂടിപ്പോയി. അമ്മായിയായി പോയില്ലേ, ഏതെങ്കിലും കൊടുക്കണ്ടല്ലോ മോനെ. വിളിച്ചെല്ലാരും വന്നോടി. ഞാൻ വിളിച്ചവരെല്ലാരും വന്നോപ്പേ. എൻ്റെ ആ മൂശാട്ട നാത്തൂനില്ല, അവള് മാത്രം വന്നിട്ടില്ല. അവള് വരൂലെന്ന് എന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവള് വരൂല. ഒരു പരിപാടിക്കും പോവാറില്ല ഇപ്പൊ. ആരുടെ എവിടെ? എന്നാ പിന്നെ എല്ലാരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തോ. എല്ലാരും കൊടുത്തോ? മോള് ഇട്ടേക്കണ മാല ഞാൻ കൊടുത്തതാണ് ട്ടാ. എൻ്റെ കല്യാണത്തിൻ്റെ ആണത്. ഇങ്ങനൊരു മാല നിന്റെ കല്യാണത്തിന് ഉണ്ടായില്ലല്ലോടി. നിനക്ക് എന്റെ സ്വർണ്ണം എല്ലാം അറിയോ? ഇത് ഞാൻ ലോക്കറിൽ വെച്ചേക്കായിരുന്നു കുറെ കൊല്ലായിട്ട്.
ഞാൻ കൊടുക്കട്ടെ. ദാ ഇത് എൻ്റെ വക കേട്ടാ. ഓ 2 ഗ്രാമിൻ്റെ ഉണക്ക വളയം കൊണ്ട് വന്നേക്കണ്. 5 കൊല്ലം മുന്നേ 2 ഗ്രാം കൊടുത്താണ്. അപ്പൊ ഇപ്പൊ 3 ഗ്രാമെങ്കിലും ഇടണ്ടേ മാറുത. നന്നായിരിക്കട്ടെ മോളെ, നന്നായിരിക്കട്ടെ. ഇവളെന്താണ് ഈ കാണിക്കണത്? കൊച്ചിന്റെ കാല് പിടിക്കണ? അയ്യോ ഞാനേ മാറിപ്പോയി. പെട്ടെന്ന് മാറിപ്പോയതായിരിക്കും പാവം. ഇനി ഞാൻ കൊടുക്കാം എൻ്റെ മോക്ക്. മോളെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കാല് തൊട്ട് എഴുതോ. അമ്മായി പോയില്ലേ, അനുഗ്രഹിക്കാണ്ട് പറ്റുമോ മോളോ? സോറി അമ്മായി. എന്റെ ചോരേ. ആ കുരുത്തം കെട്ട സാധനത്തിന് അനുഗ്രഹിക്കാൻ പോയതാണ്. ഓ ആ മോനെ ശിവ, അങ്ങോട്ട് വന്ന് കൊണ്ടേ കൊടുക്കടാ. കൊടേ അങ്ങോട്ട് കൊടേ. ആ കളഞ്ഞി കുരുത്തം കെട്ടവൻ ഇവന് എപ്പോഴും ഇത് തന്നെയാണ്. ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് 10 പ്രാവശ്യം സാധനം താഴെ ഇടും. സാധനം പോയില്ല, സാധനം തപ്പിയേ. പെണ്ണിന്റെ തുണി അങ്ങോട്ട് നോക്കിയേ, സാധനം കാണാനില്ല. പോയി, സാധനം പോയി. മോൻ കണ്ട ആ ഇല്ലേ? അയ്യോ സാധനം പോയില്ല. ഞാൻ നിന്നോട് പറഞ്ഞാണ് മര്യാദക്ക് എടുക്കണ്ടേ മോതിരം. പറഞ്ഞൂലത് പോയത്. അയ്യോ എവിടെയാണ് നോക്ക്, എവിടെയെങ്കിലും വീട്ടിലുണ്ടാവും സാധനം. ആന്നില്ല മോനെ ഇങ്ങോട്ട് മാറിയ എവിടെയെങ്കിലും ഉണ്ടാവും. കാണുന്നില്ലല്ലോ. ഓ ഒരു കിടുങ്ങാമണി പോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് കളഞ്ഞുണ്ടവൾ. ആ ചെറുക്കനെ ചീത്ത പറയുന്നു. നീ എന്തായാലും അവിടെ മാറിയിരുന്നു നോക്ക്, ഞാൻ കൊടുക്ക കൊച്ചിന്. ഓപ്പക്ക് നല്ല സ്നേഹമാണ് എന്നോടേ. എന്തായാലും കാര്യമായിട്ട് കൊടുക്കും, അത് ഉറപ്പാ. പിശുക്കൻ്റെ രാജാവാണ്. കൊണ്ടുവന്നാ പറയാ കൊണ്ടുവന്നു. എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനേ ഓപ്പടെ മൂക്ക് മുക്കാപ്പൻ്റെ മാല കൊടുത്താണ്. അപ്പം അതിൽ കൂടുതൽ കൊടുക്കും. മുക്കാപ്പൻ്റെ മാല മടിക്കുത്തിൽ വെച്ച കൊണ്ടുവന്നേക്കണത്. എണ്ണണില്ല, 500 രൂപയുണ്ട്. നോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ മേടിച്ചോട്ടാ. എന്താണ് ഇഷ്ടം എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ മേടിച്ചില്ല. മേടിച്ചോ. കള്ളക്കിളവൻ മാല കൊണ്ടുപോയി കൊടുക്കാൻ പോയ ഓട്ടോ കാശ് പോലും തിരിച്ചു കൊണ്ടു കൊടുത്തില്ല. അപ്പൊ 1 പവന്റെ മാല മേടിക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് പെണ്ണിന്. ഇനിയിപ്പം ബിന്ദു കൊടുക്കട്ടെ. ഈ വൈകി ബിന്ദു നേരത്തെ വന്നാലും വൈകിയ സാധനം കൊടുക്കുള്ളൂ. അയ്യോ പെൺകൊച്ചിന്റെ കയ്യിലും കാലിലൊന്നും ഒന്നുമില്ല. ആരും കൊടുത്തില്ലേ? എന്നാ ഞാൻ ലാസ്റ്റ് കൊടുത്തോളാം. അതൊന്നും വേണ്ട, നീ അങ്ങോട്ട് കൊടുത്തോ. സ്വർണ്ണക്കട്ടി ഒന്നും അല്ല കൊണ്ടുവന്നേക്കണത്. അയ്യോ ഞാൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കാണാനില്ല. അയ്യോ ഗിഫ്റ്റ് കാണാനില്ലെന്ന് എല്ലാവരും നോക്കിയേ. ഇത്ര നേരം എന്റെ കയ്യിലുണ്ടായിരുന്നേ. ഞാൻ ബിന്ദുവിനെ കുറച്ചു നേരം മുമ്പ് കാണിച്ചു കൊടുത്തോളൂ. അല്ലേ ബിന്ദു? ആ എന്നെ കാണിച്ചായിരുന്നു. അയ്യോ ഈ പെണ്ണ് കെട്ടിയിട്ട് തല്ലിക്കൊല്ലുവിന്. എനിക്കറിയുന്ന ചെക്കനാണ്. ഓ എന്റെ പൊന്നെ, പെണ്ണിന്റെ അവസ്ഥ. എല്ലാരും നോക്കിയേ. എവിടെ പോയെന്നാലും. ബിന്ദുവേ വലിയ നോക്കലൊന്നും വേണ്ട മോളെ. എടുത്തെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തോ. ഈ കൂട്ടത്തിൽ നീ എടുക്കൂ. എന്താ ചേച്ചി അമ്മ അങ്ങനെ പറയണത്? ഞാൻ അങ്ങനെ ചെയ്യോ? നീ ചെയ്യും, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അമ്മേ അങ്ങനൊന്നും പറയല്ലേ. ഇവിടെ കിട്ടി സാധനം കിട്ടിയിട്ടേ. ഇതല്ലേ മോളുടെ കയ്യിൽ നിന്ന് എന്റെ ഷോളും കൊളത്തി ആയിക്കോളും. എന്നാ പിടിച്ചോ. നോക്കുന്ന പോലെ ചെപ്പിലിട്ടോണ്ടാ പോരെ. ബാക്കിയുള്ള വെറുതെ മെനക്കെടാക്കാൻ. ചേച്ചി ഞാൻ പോണ്ടാ. ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ബിന്ദു സോറി ബിന്ദു, അമ്മക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കണ്. കുഴപ്പമില്ല ചേച്ചി, എല്ലാവരുടെ മനസ്സിലും എന്നെപ്പറ്റി ഇതാണ് അഭിപ്രായം എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭം കൊണ്ട് സാധിച്ചല്ല. പോട്ടെ.
ഭംഗിയാണ് അമ്മ കാണിച്ചു. ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കണ്ടേ? ഞാനത് ഇവിടെ എവിടെ എങ്ങാണ്ടോ ആണെന്നാണല്ലോ പറഞ്ഞത്. ആ അതെ ചേച്ചി, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം കിട്ടുന്ന കടയല്ലേ? ആ ആ ഒരു കുട്ടി മോതിരം, ഒരു 10-11 വയസ്സുള്ള കൊച്ചിന് ഇടാൻ പറ്റിയൊരു മോതിരം, അതിന് എത്ര രൂപയാവും? ആ ആ അത് കണ്ട സ്വർണ്ണമല്ലെന്ന് തോന്നുവോ? തനിത്തങ്കം. ആ അന്നാ അത് മതി. അന്ന് ഒരെണ്ണം നല്ലത് നോക്കി ഒരെണ്ണം എടുത്തു പാക്ക് ചെയ്തു. അയ്യോ എന്തായാലും കൊടുത്തുന്നാവും. കണ്ടാ ഒരു 4 ഗ്രാമൊക്കെ തോന്നണത് എടുത്തോട്ടെ ചേച്ചി. ആ അപ്പൊ 4 ഗ്രാം കൊടുത്താൽ 8 ഗ്രാം കിട്ടും. അയ്യോ തള്ള എന്തായാലും വിൽക്കാനൊന്നും പോണില്ല, വലിയ ടീമല്ലേ, അപ്പൊ വിൽക്കൊന്നുമില്ല. അപ്പൊ കൊടുത്തുന്നും ആവും, വലിയ ഗമയാവും. ചേച്ചി നല്ലൊരു പാക്കറ്റിൽ പോയിഞ്ഞെടുത്തോട്ടാ. ഓ ഭാഗ്യം കൊടുക്കാഞ്ഞത്, കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ആരും സ്വർണം കൊണ്ടൊന്നില്ല. അയ്യോ എൻ്റെ മോതിരം അവരിത് കറക്റ്റായിട്ട് നോക്കിയേനെ. ഭാഗ്യം. ഇപ്പാണെങ്കിൽ ആ തള്ളയുടെ വായന്ന് അങ്ങനത്തെ ഒരു വർത്താനം വീണോണ്ട് എല്ലാവർക്കും എന്നോട് സഹതാപമായി. ഭാഗ്യം കൊടുക്കാഞ്ഞ്. ഇനി അടുത്ത പരിപാടിക്ക് സ്വർണം കുറേ കൊടുക്കണ സമയത്ത് ഇടയിൽ കൂടി ഇത് കൊടുക്കാം. ആ പെണ്ണ് വിഷമിച്ചാണ് പോണത്.